5 കൊല്ലമായിട്ട് ഇവന്മാരുടെ കയ്യിലല്ലേ, ഈ മന്ത്രിയുടെ കയ്യിലല്ലേ? ഈ മന്ത്രി ഇത് വായിച്ചു നോക്കിയില്ലേ? നിങ്ങൾ നടന്മാരുടെ പേര് പറയണ്ടാണ്, പക്ഷെ നിങ്ങൾക്ക് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനില്ലേ? സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ഏർപ്പാടാണ് സിനിമയിലെ സാംസ്കാരിക മേഖലയുടെ എന്താ പറയാ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന സിനിമാ മേഖല. സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാനില്ല. ഇനി അഥവാ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആണുങ്ങളുടെ മുമ്പിൽ ഇരുന്ന് മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്ത് മര്യാദ കേടപ്പ! ഇത് ഏത് കാലമാ? സിനിമ എന്ന് പറയുന്ന മേഖല, ആ മേഖലയെ തകർത്ത്, ആ മേഖലയിൽ ഇടതു നയം കൊണ്ടുവന്ന് ആ മേഖലയെ തകർക്കുകയാണ് വാസ്തവത്തിൽ CPM ചെയ്യുന്നത്. ഇവര് സ്ത്രീകളോട് കാണിക്കുന്ന വഞ്ചനയാ. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഒരു സാംസ്കാരിക മന്ത്രി ഉണ്ടല്ലോ, സംസ്കാരമില്ലാത്ത പിണറായി വിജയന്റെ പോക്കറ്റ് നായായി നടക്കുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ, സാംസ്കാരിക മന്ത്രി. അയാളെ ആദ്യം പുറത്താക്കിയിട്ട് ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ, സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ പിണറായി വിജയൻ തയ്യാറാവണം. ധൈര്യമുള്ള ചെയ്യേണ്ടതാണ്. നാട് മുഴുവൻ എതിർക്കല്ലേ, എന്നിട്ട് വല്ല കുലുക്കമുണ്ടോ? കാരണം എന്താ? ആരെതിർത്താലും അരിവാൾ ചുറ്റിയാൽ വോട്ട് ചെയ്യാൻ കുറെ അധമന്മാർ ഈ നാട്ടിലുണ്ട് എന്ന് പിണറായി വിജയൻ അറിയാം. പ്രിയപ്പെട്ടവരെ, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളന്മാരുടെ കള്ളത്തരം മുഴുവൻ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരുടെ വേഷം കെട്ട് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് ഭാരതീയ ജനതാ പാർട്ടി പുന്നൂർക്കുളം അടക്കമുള്ള ഈ ഗുരുവായൂരടക്കമുള്ള 7 നിയോജക മണ്ഡലങ്ങളിൽ പ്രിയപ്പെട്ടവരെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് സുരേഷ് ഗോപി MP സ്ഥാനത്തേക്ക് ജയിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണോ? ഈ ജയം അടുത്ത പ്രാവശ്യം ഇവിടുത്തെ MLA-മാരിലെ അസംബ്ലിയിലേക്ക് മാറുമ്പോ പിണറായി വിജയനും ഇടതുപക്ഷവും ജാസ്മിന്റെ ഭർത്താവും ഒക്കെ ഈ തെരുവിൽ നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അവരത് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ജാസ്മിനാണ്, ഞാൻ റോസാപ്പൂ എന്ന് പറഞ്ഞ് കയറിയിരുന്നാൽ ഈ